ഓൺലൈൻ ടാക്സികൾ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ് കേട്ടോ. ജൂലൈ 21 മുതൽ യൂബർ, ഓല കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ടാക്സികൾ നിരത്തിലിറങ്ങില്ല. കമ്പനികൾ ഇരട്ടി കമ്മീഷൻ ഈടാക്കുന്നു എന്നാണ് ഡ്രൈവർമാരുടെയൊക്കെ പരാതി. ശ്യാമപ്രസാദ് ഉത്തമൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാമോ, ഗുഡ് മോർണിംഗ്. ഒരാവശ്യത്തിന് പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ആപ്പ് വഴി ബുക്ക് ചെയ്ത് ഓടിപ്പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ ഉൾപ്പെടെയുള്ളവർ. അങ്ങനെ തിരിച്ചടിയാവുകയാണോ? എന്താണ് ഇവർ മുന്നിലേക്ക് വെക്കുന്ന ആവശ്യങ്ങൾ? പൂജ, ഗുഡ് മോർണിംഗ്. അതായത് സംസ്ഥാനത്തെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ അവരൊരു അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കടക്കുകയാണ്. പ്രധാനമായിട്ടും ഇവർക്ക് ഒരു ദിവസം ഓടിയാൽ പോലും ജീവിത ചെലവിലുള്ള കാര്യങ്ങൾ, അതായത് നിലവിൽ വാഹനം ഓടിക്കാനുള്ള ചെലവ് പോലും ലഭിക്കുന്നില്ല എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരാതി. ഈ കമ്പനികൾ ഇരട്ടി കമ്മീഷനാണ് നിലവിൽ വാങ്ങുന്നത്. അതാണ് ഓല, അതോടൊപ്പം തന്നെ ഊബർ, റാപ്പിഡോ, കേരള സവാരി എന്നിങ്ങനെയുള്ള വിവിധ കമ്പനികളുമായി സഹകരിച്ച് ഓടുന്ന ടാക്സികളാണ് ഈ ജൂലൈ 21 മുതൽ പണിമുടക്ക് നടത്തുന്നത്. പ്രധാനമായിട്ടും ഈ മേഖലയിൽ പിരിച്ചുവിടൽ ഉൾപ്പെടെ ഉണ്ട് എന്നാണ് ഈ ഡ്രൈവർമാർ പറയുന്നത്. ഈ കൊച്ചിയിൽ മാത്രം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 150ഓളം ഡ്രൈവർമാരെയാണ് ഇതിൽ നിന്ന് പിരിച്ചുവിടുന്നത്. ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, അകാരണമായ പിരിച്ചുവിടലാണ് ഇവർ നടത്തുന്നത്. ഓഫീസിൽ ചെന്ന് ചോദിച്ചാൽ അവർ ഒരു തരത്തിലുള്ള കാരണവും പറയുന്നില്ല എന്നതാണ്. പക്ഷേ ഡ്രൈവർമാർ പറയുന്നത് പുതിയ വാഹനങ്ങൾ ഈ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിൽ പഴയ വാഹനങ്ങളെ പിരിച്ചുവിടുന്ന ഒരു സമീപനമാണ് ഈ കമ്പനികൾ സ്വീകരിക്കുന്നത് എന്നാണ്. അതുമൂലം ഈ പഴയ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകളുടെ തൊഴിൽ നഷ്ടമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. മറ്റൊന്ന്, പല ഘട്ടങ്ങളിലായിട്ടാണ് ഇവർ സർചാർജുകൾ ഏർപ്പെടുത്തുന്നത്. അത് പലതരത്തിലുള്ള പേരുകൾ അതിന് ഇടാറുണ്ട്. ഡൈനാമിക് പ്രൈസ്, സർചാർജ്, അങ്ങനെ പലതരത്തിലുള്ള പേരുകൾ. പക്ഷേ ഇതിൻ്റെ എല്ലാം ഗുണം ഡ്രൈവർമാർക്ക് ഒരു തരത്തിലും കിട്ടുന്നില്ല. ഈ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് കൃത്യമായ രീതിയിൽ പണം വാങ്ങുന്ന രീതിയാണ്. പക്ഷേ ഇവർക്ക് ഈ ഒരു തരത്തിലും ലഭ്യമാകുന്നില്ല. ഈ കമ്മീഷൻ വാങ്ങുന്നത് 30 രൂപ മുതൽ 35 രൂപ വരെയാണ് ഒരു ഓൺലൈൻ ടാക്സി ഡ്രൈവറോട് ഇത്തരത്തിൽ ഈ വിവിധ കമ്പനികൾ കമ്മീഷൻ വാങ്ങുന്നത്. അതോടൊപ്പം തന്നെ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ഒരു താരിഫുണ്ട്. ആ താരിഫ് കിലോമീറ്ററിന് 18ആണ്. പക്ഷേ നിലവിൽ ഇവർക്ക് കിട്ടുന്നത് 10 രൂപ, 13 രൂപ എന്നിങ്ങനെ ഉള്ള ഒരു കമ്മീഷൻ താരിഫാണ്. അതുകൊണ്ട് തന്നെ നിലവിലത്തെ ഈ ഇന്ധന വിലയും അതോടൊപ്പം തന്നെ CNG വിലയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ദിവസം ഓടിയാൽ പോലും ചിലവിനുള്ള പൈസ പോലും കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അവർ മുന്നിലേക്ക് വെക്കുന്നത്.